കർത്താവിനെ സ്തുതിപ്പാൻ ഇങ്ങനെ നല്ല അവസരം ഒരുക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന സ്വന്തം സഹോദരിയെ പോലെ കരുതുന്ന പ്രിയ സുനിലാന്റി, അനുഗ്രഹിക്കപ്പെട്ട രീതി വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ജിറ്റി, ഒത്തിരി സന്തോഷമുണ്ട്. ആ പ്രിയ പൈതലിന്റെ പാട്ട് എന്റെ ഹൃദയത്തിൽ ഒത്തിരി ആഴമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി സന്തോഷം തോന്നി. ആ കടന്നുവന്ന ജനത്തിനൊക്കെ വലിയ വിടുതലായിരുന്നു. പ്രിയ പൈതലിനെ കർത്താവ് സഹായിക്കട്ടെ. ഈ മീറ്റിംഗിൽ അനേക കർത്താവിന്റെ ദാസിമാർ പങ്കെടുക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. ഞാനിങ്ങനെ നോക്കുമ്പോൾ ശീലദാസ് ആന്റിയുടെ ഞാൻ ഇങ്ങനെ പേര് കണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഈ കാലഘട്ടത്തിൽ ശക്തമായി അനേകർക്കൊരു അമ്മയായി, അനേകർക്കൊരു ആശ്വാസമായി നിൽക്കുന്ന പ്രിയ ആന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥന ലീഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അനേക ദൈവദാസിമാരെ, ഷീജ ടിജി, ഷീബ ഷിജു, ബിന്ദു ബിജുദാസ്, ആനിപ്പോൾ അനേക ദൈവദാസിമാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് എനിക്ക് തോന്നുന്നൊരു 90% ആമേൻ ദൈവദാസിമാരെ എനിക്കറിയാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാളുകളായിട്ട് ആമേൻ അല്ലെങ്കിൽ നടന്നു വരുന്ന ഈ ഒരു പ്രയർ ഗ്രൂപ്പാണ്. സ്തോത്രം. എനിക്ക് തോന്നുന്നു അത് ആയിരങ്ങൾ പതിനായിരങ്ങൾക്കൊരു വിടുതല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും എന്നോട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. ആമേൻ. സുനിലാന്റിയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ജീവിതത്തിൽ, കാരണം ഒത്തിരി നമ്മൾ വചനം കേൾക്കുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒത്തിരി സ്തോത്രം ആമേൻ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുന്നു. എന്നാൽ ആമേൻ ആത്മാർത്ഥതയോടെ വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയും അനേക കുടുംബങ്ങൾക്ക് അത് വിടുതലായിക്കൊണ്ടിരിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇതിനകത്ത് പ്രാർത്ഥന ഞാൻ ചിന്തിച്ചു. അനേക ആമേൻ പെട്ടെന്ന് നമ്മൾ ചില പ്രയർ ഗ്രൂപ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളിങ്ങനെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പെട്ടെന്ന് ആവേശത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരെ കാണുവാനിടയായി തീർന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, അനേകർ പരസ്പരം ആരെയും അറിയില്ലെങ്കിലും അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങള്, ഇതൊക്കെ ഒരു വിടുതലാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറയാനിടയായി തീർന്നു. എല്ലാവരും മിക്ക ആൾക്കാരും പറയാറുണ്ട്, അവരുടെ ഭാഷ ഇങ്ങനെയാണ്. ചില പെണ്ണുങ്ങൾക്ക് ഒരു ജോലിയില്ല, ചുമ്മാ ഇങ്ങനെ സൂം മീറ്റിംഗ് നടത്തുവാന്ന്. പക്ഷെ അതിന്റെ വില ആമേൻ പറയുന്നവർക്ക് അറിയത്തില്ല, അനുഭവിക്കുന്ന നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആമേൻ. ആ കൃപ പ്രാപിക്കുന്ന നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്തിനെത്ര പാടുന്നു, എത്ര ആരാധിക്കുന്നു, എത്ര പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ച് കുറ്റം വിധിക്കുന്നവർ വിധിച്ചുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരെ ആമേൻ ലോക്ക്ഡൌൺ സമയമൊക്കെ വന്നപ്പോൾ പലരും ഉള്ളറയിൽ ഒതുങ്ങിപ്പോയപ്പോൾ പ്രാർത്ഥിക്കുന്ന അഭിഷക്തമാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചത് കൊണ്ട് തകർക്കപ്പെട്ട അനുഭവത്തിലായിരുന്ന മേഖലകളിൽ ഇനി ആരാധനാലയം തുറക്കപ്പെടത്തില്ല, ഇനി ഒരു കൂടിവരം ഉണ്ടാകത്തില്ല, പഴയ പോലൊരു ഐക്യതയും പ്രാർത്ഥനയും ആരാധനയും വെളിപ്പെടത്തില്ലെന്ന് പറഞ്ഞ മേഖലകളിൽ ഒരുമിച്ച് ഐക്യമായി നിന്ന് അനേക സഹോദരിമാരെ പല സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ, സ്റ്റേറ്റുകളിൽ കർത്താവ് ഉണർത്തി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രം. ഇത്രത്തോളം സന്തോഷത്തോടെ ആലയം തുറക്കപ്പെട്ട് ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. മരുഭൂമിയിൽ മറ്റു സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ജോലിക്കായി കടന്നു പോകുന്ന എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ചിന്ത വന്നതാണ്. സ്തോത്രം. ഇതിനകത്ത് കർത്താവിന്റെ ദാസി ബിൻസി ലിവിസ്റ്ററുണ്ട്. കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസിയ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞൊരു ഭാഗമാണ്. ഈ ദിവസങ്ങളിൽ നടന്നൊരു സംഭവമാണ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ഞാനത് കഴിഞ്ഞ ദിവസം സൂമിലൂടെ പറഞ്ഞതാണ്. സ്തോത്രം. എങ്കിലും പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് ഞാൻ പറയാ, ആമേൻ, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാ. ആ കുടുംബത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട 2 പെൺമക്കളാ. ആമേൻ. സ്തോത്രം. പ്രിയ പിതാവ് സ്തോത്രം ജോലിക്കായിട്ട് മരുഭൂമിയിൽ അധ്വാനിക്കാൻ, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കടന്നുപോയി. പക്ഷേ ആമേൻ മൂത്ത മകളുടെ വിവാഹപ്രായമായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹത്തിന്റെ ആലോചനയൊക്കെ കടന്നു വന്നു. നല്ലൊരു മകനുമായി വിവാഹം നിശ്ചയം ഉറപ്പിച്ചു. 2 ദിവസം കഴിയുമ്പോൾ വിവാഹമാണ്. വളരെ പ്രതീക്ഷയോടെ കുഞ്ഞിന്റെ വിവാഹത്തിന് വേണ്ടി ക്രമീകരണം ചെയ്തു. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത്. എപ്പോഴും പറയാറുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെല്ലാം രണ്ടുപേരും ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മരുഭൂമി വിട്ട് ഇനി നാട്ടിലേക്ക് വരാമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വിവാഹം നിശ്ചയത്തിന്റെ തലേ ദിവസം ആ മകൾ ഒരുവന്റെ കൂടെ ഇറങ്ങി ഓടിപ്പോയി. കേൾക്കണമോ?
സ്തോത്ര വിവാഹം നിശ്ചയത്തിന്റെ തലേ ദിവസം മാതാപിതാക്കൾ മകളെ അന്വേഷിക്കുക. സകല സ്ഥലങ്ങളും അന്വേഷിക്കുക. ആ കുടുംബത്തിനകത്ത് വന്ന ഒരു വേദന ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പന്റെ വേദന, അമ്മ തകർന്നുപോയി, രണ്ടുപേരും കരയാൻ തുടങ്ങി. മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, മനുഷ്യന്റെ മുമ്പിൽ തല കുനിക്കണമോ? വേദനയോടെ പൊട്ടിക്കരഞ്ഞൊരു കുടുംബം, തകർക്കപ്പെട്ട കുടുംബം. സ്തോത്രം. അവരറിഞ്ഞ ഒരു വാർത്ത. അവൾ ഒരുവന്റെ കൂടെ ഓടിപ്പോയി. അപ്പൻ വാതിലടച്ച് റൂമിനകത്തിരിക്കുക. പലരും വിളിച്ചു, ഇറങ്ങി വന്നില്ല. ഇളയ മകൾ ചെന്ന് കൊട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പാ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ ആ സമയത്ത് അപ്പൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. മക്കളെ, നിങ്ങളെ വളർത്തുവാന് നല്ലൊരു ആഹാരം ഞാൻ കഴിച്ചില്ല, നല്ലൊരു വസ്ത്രം ഞാൻ ധരിച്ചില്ല, നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്തില്ല. നിങ്ങൾക്ക് വേണ്ടി മരുഭൂമിയിൽ എന്റെ ആരോഗ്യം ആയുസ് നഷ്ടമാക്കിയെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണുവാനാ ഞാൻ അവിടെ ആയിരുന്നത്. പക്ഷെ എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി എന്ന് പറഞ്ഞ് ഒരപ്പൻ പൊട്ടിക്കരഞ്ഞ സമയം യേശുവിന്റെ നാമത്തില് ഇളയ മകൾ ഇങ്ങനെ പറഞ്ഞു. എന്റെ ചേച്ചിയുടെ വിവാഹം നടക്കേണ്ട സമയത്ത് തന്നെ 20 വയസ്സുള്ള മകൾ പറഞ്ഞു, ഞാൻ റെഡിയാ. സ്തോത്രം. അവൾ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പൻ സ്തോത്രം സന്തോഷത്തോടെ ആ മകനെ പിടിച്ച് അവളെ ഏൽപ്പിച്ചു. കേൾക്കണമോ? സ്തോത്രം. കോടതിയിൽ വന്നപ്പോൾ 26 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ നോക്കിയിട്ട് അവൾ പറഞ്ഞു, എനിക്ക് ഇവരെ വേണ്ട, എനിക്ക് ഈ അപ്പനെ അമ്മയും വേണ്ട, എനിക്ക് ഇവനെ മതി. കഴിഞ്ഞ ദിവസം കണ്ട് പരിചയപ്പെട്ട ഒരുവന്റെ കൂടെ മകൾ ഇറങ്ങിപ്പോയി. ദൈവത്തെ ആരാധിക്കുന്ന ഒരുവനല്ല, വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരുവന് കൂടെ ഇറങ്ങിപ്പോയി. തലമുറകളെ പിശാച് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന ഒരു കൂട്ടം ദൈവദാസിമാരെ, നീ കരയുന്നത് വെറുതെയല്ല, നീ അധ്വാനിക്കുന്നത് വെറുതെയല്ല. നിന്റെ തലമുറകളെ ശത്രു തൊടാതെ വേണോ? ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീര് അത് വെറുതെയല്ല. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. അബ്രഹാം പോയ വഴിക്കെല്ലാം കിണർ കുഴിച്ചു. അബ്രഹാം പോയ സ്ഥലത്തെല്ലാം കിണർ കുഴിച്ചത് എന്തിനാ അബ്രഹാം കിണർ കുഴിച്ചത്? അബ്രഹാമിന് വേണ്ടിയാണോ? അപ്പന് വേണ്ടിയാണോ? അല്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തു, നിന്റെ സന്തതി സ്വന്തമില്ലാത്ത ദേശത്ത് 400 സംവത്സരം പാർക്കും. പ്രവാസികളായിരുന്നിട്ടവർ 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരുമെന്ന് ദൈവത്തിന്റെ ദൂത് കേട്ടതായ അബ്രഹാം പോയ വഴിക്കെല്ലാം കിണർ കുഴിച്ചു. അന്നത്തെ കാലത്ത് 7 പെണ്ണാട്ടിൻകുട്ടിയെ കൊടുത്ത് താൻ കിണറുകൾ വീണ്ടെടുത്തു. എന്തിനാ അബ്രഹാം കിണർ കുഴിച്ചത്? ഇത്രയ്ക്ക് കിണറിനോടുള്ള ആവേശം എന്താ? കാരണം എന്റെ തലമുറകൾ മടങ്ങി വരും, എന്റെ കുഞ്ഞുങ്ങൾ മടങ്ങി വരുമ്പോൾ അവർക്ക് വേണ്ടി കുഴിച്ച കിണറ, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളെ, ഹല്ലേലൂയ. ഇതിനെതിരെ പ്രശ്നം വരോ? ചണ്ടയിടാൻ വരോ? തകർക്കാൻ വരോ? നിന്റെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമെതിരെ വെല്ലുവിളികൾ വരോ? ക്ഷീണിച്ചു പോകരുത്. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ഏറ്റെടുക്കുന്നു? ഉടവല റിഗന ഈ പ്രാർത്ഥന എന്ന കിണർ കുഴിക്കുന്നത് വെറുതെയല്ലേ. ഇതിനകത്ത് ഫെലിസ്ത്യർ വന്ന് മണ്ണിട്ട് മൂടിയാലോ ഉടവല റിഗന ശക്തമായി ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇരുന്നു കൊണ്ട് നമുക്കൊന്ന് ബലമേറ്റെടുക്കാൻ കഴിയുമോ? ആരൊക്കെ എതിരെ നിന്നാലോ, ആരൊക്കെ പ്രതികൂലമായി നിന്നാലോ, എവിടെ പ്രശ്നങ്ങളായി വന്നാലോ, യേശുവിന്റെ നാമത്തിൽ ദൈവം പറഞ്ഞതുപോലെ 4-ാം തലമുറ മടങ്ങി വന്നു. കർത്താവ് പറഞ്ഞതുപോലെ അവർ വന്നു. അവർ ബേർശേബയിൽ വേരിലെത്തി. അവർ നോക്കുമ്പോൾ കിണറിൽ ഒന്നുമില്ല, ശൂന്യതയാ. അവർ ചേർന്ന് പാടി, കിണറേ പൊങ്ങിവാ, കിണറേ പൊങ്ങിവാ. അവർ ചേർന്ന് പാടി, കിണറേ പൊങ്ങിവാ. ദൈവമക്കളെ, നമ്മുടെ പാട്ടിനും സ്തുതിക്കും ആരാധനയ്ക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. കേട്ട് നിൽക്കുന്നവർക്ക്, കണ്ടു നിൽക്കുന്നവർക്ക് ഇതൊരു പരിഹാസമായി തോന്നിയാലോ, നീ സ്തുതിച്ച് ഒന്നിച്ചു പാടുമ്പോൾ, ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നിച്ചാരാധിക്കുമ്പോൾ മുങ്ങിപ്പോയത്, ശൂന്യമായി പോയത്, അതിനെ നിറ
ആമേ ശൂന്യമായി. ഇനി ഞാൻ ജയിക്കത്തില്ല, ഇനി എന്റെ രോഗം നടക്കത്തില്ല, ഇനി എനിക്ക് യാത്രയില്ല, എന്റെ ഭാഗമല്ല ശൂന്യമായി പോയി, എന്റെ തലമുറയുടെ ഭാവി തകർന്നു പോയി, എന്റെ ജീവിതം തകർച്ചകൾ കടന്നു വന്നു. കർത്താവ് പറയുന്നു പൊങ്ങി വരട്ടെ. ശബ്ദനെ ഒരുമിച്ച് പാടാം, ഒരുമിച്ച് പാടാം, ഒരുമിച്ച് പാടാം. കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഈ പ്രയർ ഗ്രൂപ്പ് വെറുതെയല്ല, നമ്മൾ ഒരുമിച്ച് ഐക്യതയോടെ നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില്. അടുത്ത തലമുറയ്ക്കുള്ള വെള്ളം, വരും തലമുറകൾക്കുള്ള വെള്ളം, അത് മുഴുവനായി രാജദണ്ഡുകൊണ്ട് ആമേൻ മെനക്കെട്ടിരുന്ന് കുത്തിയെടുക്കുക. വീട്ടിൽ ജോലിയുണ്ട്, വീട്ടിൽ കുടുംബമുണ്ട്, വീട്ടിൽ പല പണികളുണ്ട്, എല്ലാം മാറ്റിവെച്ചിട്ട് ആമേൻ സ്തോത്രം ദൈവസന്നിധി ഒഴുക്കുന്ന കണ്ണുനീര് അത് വെറുതെ അല്ല. നമുക്കൊരുമിച്ച് നേൽപ്പിച്ചു കൊടുക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ട് ഹൃദയം പൊട്ടിക്കരയുന്ന അമ്മമാരെ എനിക്കറിയാം. സ്തോത്രം ആരോടും തുറന്നു പറയാൻ കഴിയാതെ തകർക്കപ്പെട്ട് വേദനപ്പെട്ട് തലമുറകളുടെ വിഷയത്തോടനുബന്ധിച്ച്, കുടുംബത്തിന്റെ വിഷയത്തോടനുബന്ധിച്ച് പ്രതികരിക്കാൻ ശേഷിയില്ലാതെ ഉള്ളറയിൽ കരയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ആഗ്രഹം ആമേൻ നമ്മുടെ വിടുതലിന് വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തിന്റെ വിടുതല്, നമ്മുടെ സഭയുടെ വിടുതല്, ദേശത്തിന്റെ വിടുതല് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് ഒരാൾക്ക് ശബ്ദം നിർത്തിയ വാക്യം ഒന്ന് വായിക്കാം. മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുമെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു. അതിന്റെ 11-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 11-ാമത്തെ വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ബൈബിൾ വായിച്ച കർത്താവിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന വേദഭാഗമാണ്. ആമേൻ. സ്തോത്രം. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നത് അബ്രഹാം കുഴിച്ച കിണറിനെ കുറിച്ച്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. സ്തോത്രം. ആമേൻ. നാം ഇവിടെ വായിച്ചു കേട്ട വചനഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന്. ആമേൻ. നാം സ്തോത്രം ഈ വചനം അറിയാത്തവരാരും തന്നെ ഇതിലില്ല. ആരോട് ചോദിച്ചാലും എല്ലാവർക്കും അറിയാം. കർത്താവ് ചെയ്ത 1-ാമത്തെ അത്ഭുതമാണ്. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ലോകപ്രസിദ്ധമായ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ചെറിയ സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ വേഗത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഇതിൽ ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ചരിത്രം അത് മനുഷ്യ മനസ്സിനെയും ഹൃദയത്തെയും പിടിച്ചടക്കിയ ഒന്നാണ്. ഇതിന്റെ 2 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പരസ്യ പ്രവർത്തനങ്ങളെ കുറിച്ചും ആമേൻ നന്നായിട്ട് അവിടെ വിവരിക്കുന്നുണ്ട്. 2 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷകളെ വിവരിക്കുന്നു. ഈ ഭാഗത്ത് പ്രധാനമായി 7 അടയാളങ്ങളിൽ കൂടെ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഇതിൽ 1-ാമത്തേതാണ് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി. ഏതൊരു പിഞ്ചു കുഞ്ഞിനോട് ചോദിച്ചാലും അവർ പറയും. അവൻ ഒടുവിലത്തേത് ലാസറിനെ ഉയർപ്പിച്ചതാണ്. യേശു കർത്താവിന്റെ അത്ഭുതങ്ങളിൽ ആരംഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ഭുതങ്ങളിൽ ആരംഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവസാനമായി ചെയ്തത് ആമേൻ
അവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരിടത്തും കാണുവാൻ കഴിയുന്നില്ല. അടയാളങ്ങളുടെ ആരവം എന്ന് പറയുന്നു, എന്നാൽ അടയാളങ്ങളുടെ അവസാനം എന്ന് പറയുന്നില്ല. കാരണം കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ. സ്തോത്രം. അത്ഭുതം ചെയ്ത കർത്താവിന്റെ ആ ഒരു സ്നേഹമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റിയും അവർ കുടുംബമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവർ ഒരു വളവിന്റെ അവിടെ വന്നപ്പോൾ 2 യൗവനക്കാർ സ്പീഡിൽ ഓടി വന്നതാ. അവർ പോലീസിനെ വെട്ടിച്ചങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ വന്ന വഴിക്ക് ഈ ബൈക്കുമായി കൂട്ടിയിടിച്ചു. ആ ആന്റി പുറകോട്ട് വീണ സമയത്ത് തന്നെ അടുത്ത ബൈക്ക് സ്പീഡിൽ വരിക. വന്നു. സ്തോത്രം. ഈ തലയുടെ ഈ സൈഡിൽ മുട്ടി ആ വണ്ടി നിർത്തി മറിഞ്ഞു. അപ്പം ഈ ആന്റി വീണപ്പോൾ കണ്ണ് തുറന്നു കിടക്കുമ്പോൾ ഈ ബൈക്ക് തന്നിൽ കേറുമെന്ന് കണ്ട് താൻ കണ്ണടച്ചു കിടന്നു. ഇപ്പോൾ ഇവിടം കൊണ്ട് ഞാൻ മരിക്കുകയാണ്, ഇവിടം കൊണ്ട് ഞാൻ തീരുക, ഇതോട് അവസാനിക്കുക എന്ന് പറഞ്ഞ് കണ്ണടച്ചു കിടക്കുമ്പോൾ വലിയ ശബ്ദം കേട്ടു. ആ മനുഷ്യൻ അവിടെ വീണു. സ്തോത്രം. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ സമയം മുതൽ ഇന്ന് വരെയും ഞാൻ ശരിയായിട്ടില്ല. കാരണം അവർക്ക് വല്ലാത്ത നിരാശയായി, ഡിപ്രഷനായി. അവർ മരിച്ചു പോകുമെന്നുള്ളൊരു ഭീതി അവരിലേക്ക് കയറിയിട്ട് അവർ പറയുക, ഞാൻ ഇതുവരെയും ഒന്നും ശരിയായി വന്നിട്ടില്ല, എനിക്കെന്തോ ഒരു മാനസിക രോഗിയെ പോലെ ഞാൻ പറഞ്ഞു, ആന്റി ദൈവത്തിന്റെ അത്ഭുതമായി ഇന്നും നിന്നു പോയിട്ടില്ല. ഒരു പക്ഷേ ബൈക്ക് കയറി ഇറങ്ങിയെങ്കിൽ ജീവനോട് ഇന്ന് ഭൂമിയിൽ കാണത്തില്ല. കർത്താവിന് നിന്നിലൂടെ ചെയ്യേണ്ടത് സ്തോത്രം ഇനി ചിലത് ചെയ്യാനുണ്ട്. നിന്നിൽ കൂടെ ശുശ്രൂഷ ചെയ്ത് തീരാതെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. നമ്മളിലൂടെ ചെയ്യേണ്ട പ്രവൃത്തി പൂർത്തീകരണത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമേ ഇന്ന് എത്ര പേര് ദൂരത്തെടുക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായിട്ട്. സ്തോത്രം. നമ്മൾ പറയാറുണ്ട് ഒരു മുടിനാരഴയ്ക്കെന്ന്, അതുപോലെ സ്തോത്രം. അതുപോലെ വണ്ടി നിന്ന് നമ്മളൊക്കെ നിസ്സാരമായി അതൊക്കെ മാറ്റിവിടും. പക്ഷെ പരിശുദ്ധാത്മ പറയാം, കർത്താവിന്റെ അത്ഭുതങ്ങളായി ഇന്നും നമ്മൾ നിൽക്കുന്നത്. എന്തെല്ലാം അപകടങ്ങളിൽ തകർന്നു പോകേണ്ടതാ, ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതാ, ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരേണ്ടതാ. അവിടെ എല്ലാം ദൈവത്തിന്റെ സ്നേഹം ഇറങ്ങി വന്നില്ലേ? കർത്താവ് നമ്മളെ വിടുവിച്ചില്ലേ? കർത്താവ് നമ്മെ താങ്ങിയില്ലേ? നമുക്ക് മൗനമായിരിക്കാൻ കഴിയുമോ? ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ, ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കർത്താവേ, എന്റെ കുടുംബത്തിന് ഇനിയും അത്ഭുതങ്ങൾ ചെയ്യും, എന്റെ തലമുറയ്ക്ക് ഇനിയും അത്ഭുതങ്ങൾ ചെയ്യും. നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. സ്തോത്രം. ഇവിടെ പറയുക സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെ, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. സ്തോത്രം. 3-ാം നാൾ ഗലീലയിലെ കാനാവില ഒരു കല്യാണം ഉണ്ടായത്. നമുക്കറിയാം ഈ കാന എന്ന ഗ്രാമം എവിടെയാണ്? സ്തോത്രം. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം, ഞാനത് പറഞ്ഞു വിടാം. സ്തോത്രം. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ ഞറുക്ക് വന്നു. ആശേർ മക്കളുടെ ഗോത്രത്തിന്. അപ്പം ആശേർ മക്കളുടെ ഗോത്രത്തിന് ഞറുക്ക് വന്നപ്പോൾ അവർക്ക് കൊടുത്ത ഭാഗത്തിൽ വിഭാഗിച്ചതാണ്. 28-ാം വാക്യത്തിൽ വായിക്കുന്നു, ഹമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെ ചെല്ലുന്നു. എന്ന് വെച്ചാൽ ഈ കാന എന്ന ഗ്രാമം ആശേർ കുടുംബത്തിൽപ്പെട്ടതാ. ആശേറിന് ദേശം വിഭാഗിച്ചു കൊടുത്തപ്പോൾ കൊടുത്ത ദേശമാണ് ഈ കാന എന്ന ഗ്രാമം. പക്ഷേ ആശേറിനോട് പറഞ്ഞ വാഗ്ദത്തം എന്താ? ആശേറിനോട് അപ്പൻ പറഞ്ഞ വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദു ഭോജനം നൽകും.
ആവർത്തന പുസ്തകത്തിൽ വായിക്കും 33-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആമേൻ. ആശേരോ, നിന്റെ പുത്രസമ്പത്ത് അനുഗ്രഹിക്കപ്പെട്ടത്. അവർ രാജകീയ സ്വാദഭോജനം നൽകും. അവരുടെ കാലെണ്ണയിൽ മുക്കട്ടെ. വാഗ്ദത്തം എന്താ? ആശേരേ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടത്. അവർ രാജകീയ സ്വാദഭോജനം നൽകും. ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. അവർ കാലെണ്ണയിൽ മുക്കട്ടെ എന്ന് വെച്ചാൽ ആമേൻ സ്തോത്രം, അവർ അഭിഷേകമുള്ളവരാ. അവർ കർത്താവിന്റെ വേല ചെയ്യേണ്ടവരാ. ദൈവകൃപയിൽ വരേണ്ടവരാ. ആ കുടുംബത്തിനകത്താണ് ഇപ്പോൾ വീഞ്ഞു തീർന്നു പോയത്. ആമേൻ. ആർഭാടമായ വിവാഹമാ. അർഹിക്കപ്പെട്ടത് തീർന്നുപോയി. അർഹിക്കപ്പെട്ടത് തീർന്നു പോയപ്പോൾ ഭവനം തകർന്നുപോയി. കേൾക്കണമോ? ആമേൻ സ്തോത്രം. ഈ കുടുംബത്തോട് പറഞ്ഞൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. മക്കളെ, നിങ്ങൾ രാജകീയ സ്വാദുഭോജനം നൽകും. പക്ഷെ അത് തന്നെയാ തീർന്നു പോയത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് പറഞ്ഞു, ആന്റി വരുന്നവരെല്ലാം ദൂത് പറയും, ആമേൻ, രാജ്യങ്ങൾ അയക്കുമെന്നും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുമെന്നും ഉന്നതലത്തിൽ എത്തുമെന്നും ഒക്കെ ദൂത് കേട്ടിട്ട് ആമേൻ പഠിച്ച് വർഷങ്ങളായി നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല, ഒരു യാത്ര വന്നിട്ടില്ല, ഒരു ഭാവി ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. എന്നെ കർത്താവിന് വേണ്ട ആന്റി, എന്നെ കർത്താവിന് ഇഷ്ടമല്ല, എന്റെ വീട്ടുകാരും എന്നെ വെറുത്തു, അതോടെ എനിക്ക് അങ്ങ് ദേഷ്യവാ, എനിക്കിനി അങ്ങ് മരിച്ചാ മതി, എന്തിനാ ഞാൻ ജീവിക്കുന്നത്, എന്റെ മാതാപിതാക്കൾക്ക് ഭാരമായിട്ട് ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ആമേൻ എന്ന് പറഞ്ഞ് താൻ കരഞ്ഞപ്പോൾ ആമേൻ ഒറ്റ കാര്യം പറഞ്ഞു, മക്കളെ, നിനക്കൊരുക്കിയത് ഏറ്റവും ശ്രേഷ്ഠമായതാ. ഒന്ന് കരയിപ്പിക്കും, ഇരുന്ന് ശക്തമായിട്ട്. സ്തോത്രം. വേദനകളല്ലേ ആമേൻ. നമുക്ക് ചോദിക്കുന്ന ചിലരുടെ ചോദ്യം വേദനിപ്പിക്കുന്നതാ. ചോദിക്കുന്നവരുടെ മുന്നിൽ മറുപടിയില്ല കൊടുക്കാൻ. ആമേൻ സ്തോത്രം. മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ ഒരു മറുപടി ഉണ്ടോ? ഇല്ല. അവര് ചോദിച്ച് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ മറുപടി പറയാനില്ല. ഒരു മീറ്റിങ്ങിന് പോകാൻ എനിക്ക് മനസ്സില്ല. എന്താ? ആമേൻ. അവിടെ ചെന്നാ പലരുടെ ചോദ്യോ. ഒരു വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ആമേൻ ഒന്നിനും പോകാൻ മനസ്സില്ല. അവരുടെ ചോദ്യം, മടുത്താന്തി, മരിച്ചാ മതി. ആമേൻ സ്തോത്ര. അങ്ങനെ ചിന്തിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ആമേൻ, നിനക്കൊരുക്കിയത് ഏറ്റവും ശ്രേഷ്ഠമാ. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം മാറത്തില്ല, നിന്നോട് പറഞ്ഞ ആലോചന മാറത്തില്ല. നീ കേട്ട ദൂതുകളൊക്കെ നീ കേട്ടിട്ട് നീ എഴുതി വെച്ച് അത് കൈവച്ച് പ്രാർത്ഥിക്ക്. എന്നോട് പറഞ്ഞത് മനുഷ്യരല്ല, എന്നോട് പറഞ്ഞ ദൈവ ശബ്ദമാ. ഞാൻ കേട്ട ദൂത് മാനുഷിക ശബ്ദമല്ല, ദൈവ ശബ്ദമാ. പൂർണ്ണമായി ഏറ്റെടുക്ക. പൂർണ്ണമായി നിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന തലമുറകളെ കർത്താവ് കൊണ്ടുവരാൻ പോവുക. ദൈവകൃപയുള്ളവരെ കൊണ്ടുവരാൻ പോവുക. തടഞ്ഞു വെച്ച വഴികൾ ഓപ്പൺ ആകാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കട്ടെ. മക്കളെ, രാജകീയ സ്വാദുബോധനം നൽകുമെന്ന് പറഞ്ഞാൽ നൽകും. ഉന്നതന്മാരോടൊപ്പം ഇരുത്തും എന്ന് പറഞ്ഞാൽ ഇരുത്തും. നിന്റെ തലമുറകൾ ശ്രേഷ്ഠന്മാരോട് കൂടി ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇരിക്കും. പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയിലൊക്കെ ആയിരിക്കുന്നവര്, ആവൻ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവര്, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, സ്വത്രം കർത്താവ് കൈവിടുവോ? ഒരിക്കലുമില്ല. നമുക്ക് ഒരുമിച്ച് ഏൽപ്പിക്കാം. വീഡിയോ ആമേൻ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ, നിങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. വീഡിയോ ഓണാക്കാൻ പറ്റുന്നവർ, ജോലി തിരക്കും മറ്റു അല്ലാത്തവർക്കൊക്കെ ആ വീഡിയോ ഒന്ന് ഓണാക്കാം. ഒരുമിച്ച് മുഖാമുഖമായി കണ്ട് സംസാരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഒരുമിച്ച കർത്താവ് സംസാരിക്കുന്നത്. സ്തോത്രം. എന്റെ ജീവിതത്തിലൊക്കെ ദൈവദാസന്മാരൊക്കെ പറയുന്ന വചനമുണ്ടല്ലോ, ഞാൻ എഴുതിയെടുക്കും. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്റെ അനിയത്തിനകത്തുണ്ട്, എന്റെ നാത്തൂനുണ്ട്, മോളി ജയിക്കപ്പ്. പക്ഷെ അവർക്കൊക്കെ നിങ്ങളെല്ലാം പ്രസംഗം എല്ലാം ചെറിയ പ്രായം തൊട്ട് എഴുതിയെടുക്കും. എന്നിട്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് ഈ ദൈവദാസന്മാരൊക്കെ പറയുന്ന വചനം നമ്മൾ എഴുതിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനൊരു വെളിപ്പാട് കിട്ടും. ആ വെളിപ്പാട് എഴുതിയിടണം. ആ വെളിപ്പാടിൽ അതാണ് ദൂതുകളായി വെളിപ്പെട്ട് വരുന്നത്. അത് പ്രവചനമായി വെളിപ്പെടും. പിന്നത്തതിൽ പാട്ടായി വെളിപ്പെട്ട് വരും. എത്ര പേരായിട്ട് ചുമ്മാ കേട്ടിട്ട് വിടുതൽ മാത്രം അനുഭവിച്ചു പോകുന്നവരായിട്ടല്ല, ആ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് കയറണം.
സ്തോത്രം, അത് എന്നോട് തന്നെ എന്ന് പറഞ്ഞത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് പൂർണ്ണമായി വിശ്വാസത്തോട് ഏറ്റെടുക്കുക. സ്തോത്രം, ചുമ്മാ കേട്ടിട്ട് പോകാമല്ല, വചനമൊന്ന് എഴുതിയെടുത്തിട്ട് പറ ഇത് എന്നോട് തന്നെ. പക്ഷെ അതിൽ നിനക്കൊരു വെളിപ്പാട് കിട്ടും. ഉടവള റിഗനെ കേട്ടക, അത് നീ പാടാൻ തയ്യാറാകുക. ആമേ, മോശയും ഇസ്രായേൽ ജനവും പാടി, അവർ പാട്ട് പാടിയത്, അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പാടിയത് ഇങ്ങനെ, ആമേ സ്തോത്രം, ഞാൻ നിന്നെ പിന്തുടരും, പിടിക്കും, കൊള്ളപങ്കിടും, എന്റെ ആശ നിന്നാൽ പൂർത്തിയാകും. ശത്രു പുറകിൽ വെല്ലുവിളിച്ചുകൊണ്ട് വരികയാണ്. അവൻ ഇത് ജനത്തിനറിയില്ല, പക്ഷെ ജനം കരയുക, ജനം പ്രാർത്ഥിക്കുക. അവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ നാവിൽ കൊടുത്ത പാട്ട ശത്രു നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. വചനത്തിന്റെ ശക്തി എത്ര വലുതാണെന്നറിയാമോ? ആരാധനയുടെ പവർ എത്ര വലുതാണെന്നറിയാമോ? അന്യഭാഷയുടെ ശക്തി എത്ര വലുതാണെന്നറിയാമോ? സ്തോത്രം, ആമേൻ. അതുകൊണ്ടാണ് നിൽക്കുന്നത്. ജൂഡവന റിഗവാലവശസ്യ. അതുകൊണ്ട് വിളിച്ചു പറ മക്കളെ, വിളിച്ചു പറ യേശുവിന്റെ നാമത്തില്, കർത്താവേ, ഈ വചനം എന്റെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന അത് ദൈവത്തിന്റെ പ്രവൃത്തിയായി വെളിപ്പെടാൻ പോവുക. ജൂഡവാരകസ്തുരാധനെ റീഖബലബലബ ശന്ധുനാ റഗത്തുരാധനെ. ഹല്ലേലൂയ, സ്തോത്രം. കുടുംബത്തോട് പറഞ്ഞ വാക്തത്വം കർത്താവ് മറക്കത്തില്ല. ആമൻ. ദൂത് പറഞ്ഞവരൊക്കെ മാറിപ്പോകും. സ്തോത്രം, ആമൻ. ആലോചനയും വചനം ഒക്കെ പറഞ്ഞവരൊക്കെ മാറിപ്പോകും. പക്ഷെ വാക്തത്വം തന്നവൻ, ഓ റീക്കവൽ, ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ അകന്നു പോയാലും, ആരൊക്കെ വിട്ടേച്ചു പോയാലും, സ്തോത്രം, ആമൻ, നമ്മോട് പറഞ്ഞത് കർത്താവ് മറക്കത്തില്ല കേട്ടോ. ആമൻ. സിമി, വിശ്വസിക്കും മക്കളെ, കർത്താവ് നിന്നോട് വ്യക്തമായിട്ട് ഇടപെടുക. നിന്നെ കർത്താവ്, ഓ സീഖവരഘടക, ആമൻ, നീ കേട്ട ഒത്തിരി ദൂതുകളുണ്ട്, നീ കേട്ട ആലോചനകളുണ്ട്. പക്ഷെ അതിലേക്ക് നീ കയറി വരാൻ കഴിയാതെ എപ്പോഴും നിന്റെ ഹൃദയത്തെ ഞെരുക്കി ഞെരുക്കി ഞെരുക്കിയിരിക്കുക മോളെ. ദൈവാത്മാവ് സിജുവിനോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായി പറയുന്നു, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി സംസാരിക്കോ. ആമേ, ചില താഴ്വരകൾ അവകാശമായി തരോ. നിന്നെ കൊണ്ടുപോയത് എന്തിനെന്ന് ചോദിച്ചാൽ ക്രിസ്തുവുമായിട്ടുള്ള ആഴമേറിയ ആ ബന്ധവും ആ വെളിപ്പാടിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയാ. യേശുവിന്റെ നാമത്തെ പൂർണ്ണമായി വിശ്വസിക്കുക, പൂർണ്ണമായി ഏറ്റെടുക്കുക. ഉടവാറകം ധുനാഥനെ അസ്തുരം ധനാരകന. പരിശുദ്ധാത്മാവ് ശക്തമായി ഓരോ വ്യക്തികളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തില് കർത്താവേ, ശൂന്യമായി പോയി മറ്റുള്ളവർ മുമ്പിൽ തല ഉനിക്കണമോ? മറ്റുള്ളവർ മുമ്പിൽ തല ഉനിക്കേണ്ടി വരുമോ? മറ്റുള്ളവർ മുമ്പിൽ പരിഹാസ വിഷയമായി മാറുമോ? ചോദിക്കുന്നവരോട് പറയാൻ മറുപടിയില്ല കർത്താവേ. വേദനയോടായിരിക്കുന്ന റോണിയോട് ദൈവാത്മ പറയുന്നു, വേണ്ട മക്കളെ, തലകുനിപ്പിക്കാൻ കർത്താവ് അനുവദിക്കില്ല. അതിനകത്തൊരു ജയം വെളിപ്പെടാൻ പോവാ. ആഴമായിട്ട് ശക്തമായിട്ട് ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ആമേൻ. ഏറ്റവും ശ്രേഷ്ഠമായതല്ലേ കർത്താവ് കൊടുത്തത്? സ്തോത്രം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വീഞ്ഞാ കൊടുത്തത്. ആമേൻ. അവിടെ വായിക്കുന്ന ഇങ്ങനെയുണ്ട്, ആ ഒരു ഭാഗമുണ്ട്, അവിടെ വായിക്കുക. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്, പക്ഷെ നീ നല്ല വീഞ്ഞ് ഇതുവരെ എവിടെ സൂക്ഷിച്ചു വെച്ചു? എത്ര ശ്രേഷ്ഠകരമായ വീഞ്ഞ കർത്താവിന്റെ കരം കൊണ്ട് കൊടുത്തത്. മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്ത വീഞ്ഞല്ലെന്നേ ഇത്. ആമേ സ്തോത്രം, ഇത് ദൈവത്തിന്റെ കരം കൊണ്ടുണ്ടാക്കിയതാ. ആമേ സ്തോത്രം, മനുഷ്യന്റെ കരം കൊണ്ട് ശ്രമിച്ചതൊക്കെ പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നു. അതുകൊണ്ട് അല്പ ശൂന്യത വന്നത് കേട്ടോ. ആമേ, തലകുനിപ്പിക്കാനല്ല. മാസങ്ങൾ നീണ്ടുപോയോ, വർഷങ്ങൾ നീണ്ടുപോയോ, ആമേ സമയങ്ങൾ പിന്നിട്ട് പോയോ, പക്ഷെ പച്ചപ്പുഴുവും വിട്ടിലും തുള്ളനും തിന്ന് ശേഷിപ്പിച്ചതിനെ മടക്കി തരുന്ന കർത്താവ്. നഷ്ടമായി പോയ നന്മയും നഷ്ടമായി പോയ വർഷവും മാസങ്ങളും മടക്കിത്തരും. ആമേൻ. നമ്മുടെ കർത്താവ് എത്ര വലിയവനാ. വിശ്വസിക്ക്, കർത്താവ് ഞങ്ങൾക്കായിട്ട് എല്ലാം മടക്കിത്തരും. ആമേൻ. ഇവിടെ നാം 3-ാം വാക്യത്തിൽ വായിക്കുന്നു. അവിടെ വായിക്കുന്ന, വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവരോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. വീഞ്ഞു പോരാതെ വരികയാൽ, ഇവിടെ ഈ വാക്യത്തിൽ വീഞ്ഞു പോരാതെ വരികയാൽ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ട ആള് കൂടുതലും വീഞ്ഞു കുറവും അല്ലേ? ക്ഷണിക്കപ്പെട്ടവര്
നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ, എല്ലാവർക്കും തൃപ്തിയായിട്ട് കഴിച്ചത് ശേഷിപ്പിക്കണമേ. 12 കൊട്ട നിറച്ചെടുത്തതുപോലെ ശേഷിപ്പുണ്ടാകണമേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്റെ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതുപോലെ ഈ കുടുംബവും പ്രാർത്ഥിച്ചു, യേശുവിനെയും ക്ഷണിച്ചു. സന്തോഷകരമായ വിവാഹം നടക്കുക. വിവാഹം നടക്കുന്ന കൂട്ടത്തിൽ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. കുടുംബത്തിന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. ക്ഷണിക്കപ്പെട്ടവർ അനേക ക്ഷണിക്കപ്പെട്ടവർ അവിടെ വന്നു. പക്ഷേ വീഞ്ഞ് തീർന്നു. കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. കണക്ക് കൂട്ടൽ തെറ്റി. സ്തോത്രം. ആമേൻ. എത്ര പേര് ഇതിലുണ്ട് കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി? എത്ര പേരുണ്ട്? സ്തോത്രം. ആമേൻ. നമ്മൾ പറയുന്നത് എന്റെ കണക്ക് കൂട്ടൽ തെറ്റി. കഴിഞ്ഞ ദിവസം സ്തോത്രം. ആമേൻ. ഒരു മോള് വിളിച്ചിട്ട്, ഒത്തിരി നമുക്ക് അറിയാം, പ്രാർത്ഥിക്കുന്ന ആന്റിമാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും അറിയാലോ. ഓരോരുത്തരും വിളിച്ച് ഓരോ അനുഭവം പറയുന്നത് നമുക്കറിയാം. അതെ, എഞ്ചിനീയറിങ്ങിന് പഠിച്ചു നല്ല വിജയം കിട്ടിയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞാൻ എന്റെ ജോലി സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്നു. ബയോഡാറ്റ എടുത്ത് ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടൊക്കെ വിടുന്ന സമയത്ത് CV ഒക്കെ നോക്കുമ്പോൾ ഈ സ്തോത്ര എഞ്ചിനീയറിന് പരാജയപ്പെട്ടു പോയി, ജയിച്ചിട്ടില്ല. കള്ളം പറഞ്ഞ വിവാഹം നടത്തിയത്. എന്റെ കണക്കൂട്ടിൽ തെറ്റി. എനിക്ക് ജീവിക്കണ്ട ആന്റി, എനിക്ക് മരിച്ചാ മതി. ഞാൻ ഇവിടെ കൊണ്ടുവന്നു, പുള്ളിക്ക് ജോലിയില്ല, എന്റെ ജീവിതം തകർന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു. എന്റെ അടുത്ത് പറയാ, എനിക്ക് ആത്മഹത്യ ചെയ്യും, ഞാൻ മരിക്കും. ഞാൻ ചോദിച്ചു, മോനെ, ഈ എഞ്ചിനീയറിങ്ങിന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നീ മരിച്ചാൽ നിന്റെ ജീവിതം എന്താ? നീ അതിലും പരാജയപ്പെട്ടവളാ. നിന്റെ കുടുംബത്തോട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് നിന്നെ കർത്താവ് അറിയാതല്ല ഈ മകനെ കൊണ്ട് വിവാഹം കഴിച്ച്. കർത്താവ് അറിഞ്ഞിട്ട മക്കളെ നിനക്ക് തന്നെ ഇവനെ കൂട്ടിച്ചേർത്ത് നിന്നിലൂടെ. അല്ലെങ്കിൽ ആമൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ ആ മകൻ നിനക്കൊരു അനുഗ്രഹമായി മാറും. എത്ര പേർ വിശ്വസിക്കുന്നു? കുടുംബബന്ധം ആമൻ തകരുവാൻ അല്പസമയം മതി. സെക്കൻഡുകൾ കൊണ്ട് തകർന്നു പോകുന്നതും ഒറ്റ വാക്ക് നിമിത്തം കുടുംബ ബന്ധങ്ങൾ പിരിഞ്ഞു പോകുന്ന കണക്കുകൂട്ടൽ തെറ്റി. ഭാവിയുടെ കാര്യത്തിൽ സ്വപ്നം കണ്ടത് ഇങ്ങനൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞ് ബന്ധങ്ങൾ തകർന്നു പോകുക. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ആ കുഞ്ഞിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി. പക്ഷെ ഇന്നലെ വിളിച്ചിട്ട് പറയുക, ആന്റി, എന്റെ ഹസ്ബൻഡിന് ഏറ്റവും നല്ല ജോലി കൊടുത്തു. അതിനേക്കാൾ അപ്പുറം ഞാൻ ആദ്യമായിട്ടാ കാണുന്ന ഒരു സഭയില് നന്നായിട്ട് വർഷിപ്പ് ലീഡ് ചെയ്ത് പാട്ട് പാടിയിട്ട് ഭജനം പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, ആന്റി, ഇതൊരു ചെറിയ വ്യക്തിയല്ല എന്ന്. വിശ്വസിക്കും മക്കളെ, ഒരു ചെറിയ വ്യക്തി അല്ലായിരുന്നു. ഒരു പക്ഷേ പരാജയങ്ങൾ ആരുടെ ജീവിതത്തിൽ ഉണ്ടാകാത്ത കുടുംബശ്രേഷ്ഠതയൊക്കെ നോക്കിപ്പോയി അനേക കുടുംബങ്ങൾ തകർന്നു പോയി. എത്ര പേര് പ്രാർത്ഥിക്കും, അഭിഷേകമുള്ള ഒരു മകനെ എനിക്ക് വേണം, അഭിഷേകമുള്ള മകളെ വേണം, പ്രാർത്ഥിക്കുന്ന ഒരു മകനെ വേണം. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, സ്തോത്രം, വിവാഹത്തിന് അല്ലെങ്കിൽ ചെറുക്കനും പെണ്ണും കൂടെ കാണാൻ വരുമ്പോ ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെ, എന്നാ രക്ഷിക്കപ്പെട്ട ഡേറ്റ് ചോദിക്കും, സ്നാനപ്പെട്ട ഡേറ്റ് ചോദിക്കും, അഭിഷേകം പ്രാപിച്ച ഡേറ്റ് ചോദിക്കും. ആമേൻ. അതനുസരിച്ചിട്ടാണ് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ന് അങ്ങനെയാണോ ചോദിക്കുന്നേ? ഏത് രാജ്യത്താണ്, ഏത് കുടുംബത്തിലാണ്, എവിടെ പിറന്നതാണ്, എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് ആരും ചോദിക്കാറില്ല, അഭിഷേകം പ്രാപിച്ചതാണോ എന്ന്. പക്ഷേ സ്തോത്രം, എത്ര പേര്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവേ, അഭിഷേകമുള്ളത്, ദൈവകൃപ നിൽക്കുന്നത്, ആമേ, സ്തോത്രം, ദൈവ സാന്നിധ്യം അനുഭവിച്ചത്, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മകനെയും മകളെയും നിനക്ക് കിട്ടിയ ആ കുടുംബം ഒരിക്കലും തകർന്നു പോകത്തില്ല. ആ കുടുംബം ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ട് പിടിച്ചു പറ, എന്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയിട്ടില്ല. സ്തോത്രം. ഇന്ന് പകൽ ശക്തമായി ദൈവത്തിന്റെ ആത്മാവിനെ വിടുന്നു. ഭാവിയുടെ കാര്യത്തിൽ സ്വപ്നം കണ്ട എത്ര പേരുടെ കണക്ക് കൂട്ടൽ തെറ്റി. മക്കളുടെ ഭാവി കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. ബിസിനസ് തുടങ്ങി, കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. ഞാൻ ആ ജോലിക്ക് പ്രവേശിച്ചു, എന്റെ കണക്കുകൂട്ടൽ തെറ്റി. എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കണക്കുകൂട്ടൽ തെറ്റി. എല്ലാം അവരവരുടെ വിഷയം എടുത്ത് എന്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയോ. ഞാൻ ഇതല്ല പ്രതീക്ഷിച്ച്, ഞാൻ ഇതല്ല ആഗ്രഹിച്ച്, എന്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. വിവാഹ ജീവിതത്തിൽ ലഭിക്കേണ്ട പങ്കാളി എനിക്ക് കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, കണക്കുകൂട്ടൽ തെറ്റിയെങ്കിൽ അതിന് ആത്മഹത്യ അല്ല പരിഹാരം, കുടുംബ കോടതി അല്ല പരിഹാരം. അതിനെ പരിഹരിക്കുന്നവൻ എന്റെ യേശു മാത്രമാ. എന്റെ യേശു
യേശുവിന്റെ അടുക്കൽ വാ. എന്റെ കർത്താവിന്റെ അടുക്കൽ വന്നാൽ എന്റെ കർത്താവ് അത് പരിഹരിച്ചു തരും. സ്തോത്രം. കർത്താവ് അതിനെ പരിഹരിക്കും. പൂർണ്ണമായി ഏറ്റെടുക്കാം. കർത്താവിനോട് പറ, അപ്പ ഞങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല. ഞങ്ങളുടെ സ്തോത്രം. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ചില വ്യക്തികളോട് കർത്താവ് ഇടപെട്ടു. ഇത് പ്രവചനത്തിന്റെ ദൂതുകളായിട്ട് ഏറ്റെടുക്കുക. ഇത് പ്രവചനത്തിന്റെ ദൂതായിട്ട് ഏറ്റെടുക്കുക. കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല മക്കളെ. നിന്റെ തലമുറയെ കുറിച്ചുള്ള കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല. നിന്റെ ജോലി, നിന്റെ ശുശ്രൂഷ. ഞാൻ ഈ ശുശ്രൂഷയല്ല ആഗ്രഹിച്ചത്, ഞാൻ ഈ തലമല്ല ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല, ഞാൻ എങ്ങും എത്തിയിട്ടില്ല. കർത്താവ് കണക്കൂട്ടിൽ തെറ്റിയിട്ടില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായി. മക്കളെ, നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. യേശുവിന്റെ നാമത്തിൽ നിന്നിലൂടെ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ. അതെ, പൂർണ്ണമായിട്ട് വിശ്വസിക്കും. പൂർണ്ണമായിട്ട്. സ്തോത്രം. ആമേ. നഴ്സിംഗ് പഠിച്ച കുഞ്ഞുങ്ങൾ, ഡോക്ടറായവരൊക്കെ പലരും പറയാറുണ്ട്, ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയിലാണ് പഠിച്ചതും നല്ല വലിയ നന്മ കിട്ടുമെന്നൊക്കെ ആഗ്രഹിച്ച. പക്ഷെ ആ ഒരു മേഖലകളിലൊക്കെ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ഒക്കെ പലരും പറയാറുണ്ട്, അയ്യോ ഞങ്ങൾക്കൊന്നും ആഗ്രഹിച്ച നിലവാരത്തിൽ എത്താൻ പറ്റിയിട്ടില്ല, ലക്ഷങ്ങളും കോടികളും ഞങ്ങൾ ചെലവഴിച്ചതാ. ഞാനൊരു ദിവസം ഒരു ആന്റിയോട് പറഞ്ഞ, ആന്റി, ആമേ നല്ല ഡോക്ടറാണ് ആന്റി. ആന്റിയോട് പറഞ്ഞ, ആന്റി ആമേ ഒരു രോഗി വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സകല ഡോക്ടേഴ്സും കൈവിട്ടതായിരിക്കാം, സകലരും തള്ളിക്കളഞ്ഞതായിരിക്കാം. അങ്ങോട്ട് ചെന്നിട്ട് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ്, മരുന്ന് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ആമേൻ ആ രോഗിയുടെ മേൽ വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഒരു വിടുതൽ നടക്കണമെന്ന്. ആമേ ഒന്ന് പ്രാർത്ഥിക്കുക ആന്റി, ഒരു അത്ഭുതം ചെയ്യണമെന്ന്. സ്തോത്രം. ആ ആന്റി പ്രാർത്ഥിച്ച് കേൾക്കണമോ? സ്തോത്രം. ആ ആന്റിയുടെ പേര് ആ ഹോസ്പിറ്റലിൽ പ്രസിദ്ധമായി. നമ്മുടെ പേര് കർത്താവിൽ പ്രസിദ്ധമാകണോ? പ്രാർത്ഥിക്കുന്ന മക്കളെ, നീ ഏത് വിഷയമാണെങ്കിലും പ്രാർത്ഥിക്കുക. അതിനകത്തൊരു ദൈവ സാന്നിധ്യം അങ്ങ് വ്യാപരിക്കുക. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആ അത്യന്ത ശക്തി ഉണ്ടല്ലോ, ആ സാന്നിധ്യം ഉണ്ടല്ലോ, ആ അഭിഷേകം ഉണ്ടല്ലോ. ആമേ സ്തോത്രം. ആയുധം കൊണ്ട് തകർക്കാൻ പറ്റാത്തതിനെ, ആയുധം കൊണ്ട് കീഴ്പ്പാറ്റാൻ പറ്റാത്തതിനെ, ആ വസ്തുത നിന്റെ പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും അതിനെ ജയിച്ചു കയറുവാൻ കഴിയും. പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ. പൂർണ്ണമായി വിശ്വസിക്ക്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ പോവാ. കർത്താവേ, എന്നെ കർത്താവ് വിളിച്ച് ശുശ്രൂഷയ്ക്ക് ഇറക്കിയത്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്യണമെന്ന്. മക്കളെ, നമ്മളെ ഓരോരുത്തരെ കർത്താവ് ഏൽപ്പിച്ചത് ഓരോ തലത്തിലുള്ള ശുശ്രൂഷ ചെയ്യാനാ. കർത്താവ് വിളിച്ചിറക്കിയത് ഓരോ മേഖലകളിൽ ഏത് ജോലിയായിക്കോട്ടെ അതിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും. പൂർണ്ണമായിട്ട് വിശ്വസിക്കും. കർത്താവേ, ആമേ സ്തോത്രം. ഈ കണക്കൂട്ടിൽ തെറ്റിയെങ്കിലും ഇതിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. പൂർണ്ണമായി നമുക്ക് ഏറ്റെടുക്കാം. ഇവിടെ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാ വീഞ്ഞ് തീരാറായി, പക്ഷെ തീർന്നിട്ടില്ല. വീഞ്ഞ് തീർന്നിട്ടില്ല അല്ലെ? പക്ഷെ അമ്മ എന്താ പറഞ്ഞ്? വീഞ്ഞില്ലെന്നാ പറഞ്ഞ്. അവിടെ അങ്ങനെ വായിക്കുന്നത്, അവർക്ക് വീഞ്ഞില്ല. അവർക്ക് സാധാരണ സ്തോത്രം നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനല്ലേ? ഇപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് ആ ഷോപ്പിങ്ങിന് പോകുന്നത്. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാരും കൂടെ ഒരുമിച്ച് ആ ഷോപ്പിങ്ങിന് പോകുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ പറക്കിയെടുക്കും. പക്ഷെ അന്ന് പണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ എങ്ങനെയാ? വീട്ടിലെ കാരണവർ അല്ലെങ്കിൽ മുതിർന്നവരാണ് സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു 10 ദിവസത്തെ അരി വെച്ചിട്ട് വീട്ടമ്മ പറയും, വേണ്ട അരി തീർന്നു പോയി, അല്ലെങ്കിൽ 2 ദിവസത്തെ പഞ്ചസാര വെച്ചിട്ട് പഞ്ചസാര തീർന്നു. ഏത് സാധനവും വെച്ചിട്ട് അമ്മമാരൊരു അഡ്വാൻസ് അല്ലേ? സാധനം വീട്ടിൽ തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ അവര് പറയുന്നത് തീർന്നു പോയി, ഇല്ല എന്നാ പറയുന്നത്. സ്തോത്രം. ഇവിടെയും മറിയ പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്ന് വെച്ചാ അവിടെ പറഞ്ഞത് സ്തോത്രം അവർക്ക് വീഞ്ഞ് പോരാതെ വരികയാൽ എന്ന് വെച്ചാൽ 50 പേർക്കോ 100 പേർക്കോ 50 പേർക്കോ കൊടുക്കാനുള്ള വീഞ്ഞ് അതിൽ കാണും. പക്ഷെ മറിയ പറഞ്ഞു അവർക്ക് വീഞ്ഞ് ഇല്ല. സ്തോത്രം. വീഞ്ഞില്ല എന്ന്
മറിയ വീട്ടുകാരായിരിക്കും മറിയോട് പറഞ്ഞത്, വീഞ്ഞ് കാണിച്ചിട്ട് വീഞ്ഞ് തീർന്നു പോയി അല്ലെങ്കിൽ വീഞ്ഞ് തീരാറായെന്ന് പറഞ്ഞപ്പോൾ മറിയ ചെന്ന് പറഞ്ഞത് ആരോടാ? യേശുവിന്റെ അടുക്കൽ. യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആമേൻ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവിനറിയാം അല്പം വീഞ്ഞ് അതിലുണ്ടെന്ന്. ആർക്കറിയാം? എല്ലാം അറിയുന്നവന്റെ അടുക്കൽ അവള് ചെന്ന് പറഞ്ഞ്. ആമേൻ, ഇന്ന് പകൽ വിശ്വസിക്ക്. സ്തോത്രം. ആമേൻ, നമ്മളില്ല എന്ന് പറയുമ്പോഴും, നമ്മൾ തീർന്നു പോയെന്ന് പറയുമ്പോഴും, നമ്മൾ ശൂന്യമായെന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. ചെങ്കടലിന്റെ അടിത്തട്ടിലെ വഴി കണ്ട കർത്താവാ, മീനിന്റെ വയറ്റിലെ ചതുർദ്രമപ്പണം കണ്ട കർത്താവാ. സ്തോത്രം. അനന്യാസ് വസ്തു വിറ്റിട്ട് അംശം ദൈവത്തിനും ഛേദം സ്വന്തത്തിനും മാറ്റിവെച്ചത് കണ്ട കർത്താവാ. കല്യാണ വീട്ടിലെ വീഞ്ഞ് അല്ലെങ്കിൽ ഭരണിയിലെ അടിയിൽ കിടന്ന വീഞ്ഞും എന്റെ കർത്താവ് കാണാതിരിക്കുമോ? കർത്താവ് കണ്ടു. കർത്താവിന് അറിയാം അടിമട്ട് വരെ തീരാതെ അവരുടെ ആ പഴയ വീഞ്ഞിലേക്ക് എന്റെ യേശുവിന്റെ പുതിയ വീഞ്ഞ് പകരാറില്ല. എന്റെ കർത്താവ് കൂട്ടിക്കലർത്തത്തില്ല. സ്തോത്രം. ആ പഴയ വീഞ്ഞിലേക്ക് കൂട്ടിക്കലർത്തുവോ? ഇല്ല. ആ അടിമട്ടും കൂടെ തീരുന്നതാ കർത്താവിന്റെ കണക്ക്. അഥവാ കൂട്ടിക്കലർത്തിയാലും യഹൂദന്മാരല്ലേ, അവർ അതൊരു അടയാളമായി വിശ്വസിക്കുമോ? ഇല്ല, അത് വിശ്വസിക്കത്തില്ല. സ്തോത്രം. ആമേ, മറ്റുള്ളവർ ഉണ്ടാക്കി വെച്ച വീഞ്ഞിനകത്ത് അതിന്റെ ആ മട്ടിൽ എന്റെ യേശു വീഞ്ഞ് പകരത്തില്ല. ആമേ, അല്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ പദ്ധതി മനുഷ്യന്റെ കരുതലുകളോ മനുഷ്യന്റെ സാധ്യതകളും തീർന്നതിന് ശേഷമാണ് ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങാറുള്ളൂ. മനുഷ്യന്റെ കരം അസ്തമിക്കുമ്പോൾ എന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. ഇനി അതിനകത്തൊരു വിടുതലില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ അസ്തമിച്ചു. ഇനി എനിക്കൊരു ആഗ്രഹവും ഇല്ല. ഇനി എനിക്ക് ഒരു വിടുതലില്ല. എല്ലാം തീർന്നു എന്ന് പറയുമ്പോഴും കർത്താവ് പറയുന്നു, ഇല്ല മക്കളെ, ദൈവത്തിന്റെ സമയമായി. നീ എക്സാം എഴുതി പരാജയപ്പെട്ടു, ഇനി എനിക്ക് പറ്റില്ല. എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന്റെ സമയങ്ങൾ കഴിഞ്ഞു, ഇനി എന്ന് നടക്കാനാ? എന്റെ ജോലി പല പ്രാവശ്യം കൊടുത്ത് തീർന്നുപോയി. റിറ്റി വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട് യേശുവിന്റെ നാമത്തില് പല സാധ്യതകളും അസ്തമിച്ചു പോകുമ്പോഴോ, സാധ്യതകൾ ഇനി ഇല്ലെന്ന് പറയുമ്പോഴും യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞു, മനുഷ്യന്റെ ബുദ്ധിക്കപ്പുറമായിട്ട് ചെങ്കടലിനകത്ത് ആമേൻ ആ വെള്ളത്തെ മതിലാക്കി നിർത്തിയവനാ. വെള്ളത്തെ മതിലാക്കി നിർത്താൻ പറ്റുമോ? പക്ഷെ എന്റെ ദൈവത്തിന് പറ്റും. ഇന്ന് രാത്രി പകൽ ദൈവാന്ന് പറയുന്നു, ലാസർ മരിക്കാറായപ്പോഴല്ല വന്നത്, ലാസർ ധീരമായപ്പോഴല്ല വന്നത്, ലാസർ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല വന്നത്, ആമേൻ ലാസർ മരിച്ചപ്പോഴുമല്ല വന്നത്, മരിച്ചു 4 നാളായി നാറ്റം വെച്ചപ്പോഴല്ലേ എന്റെ കർത്താവിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. ദൈവത്തിന്റെ ആത്മ പറയുന്നു, നാറ്റം വെച്ചു, അഴുകി തുടങ്ങി, വിടുതലില്ല, പരാജയപ്പെട്ടു, തകർന്നു എന്ന് നീ പറഞ്ഞെടുത്തു നിന്ന് ഒരു മുള പൊട്ടി മുളയ്ക്കാൻ പോവുക, അത് പടർന്ന് പന്തലിക്കാൻ പോവുക. ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇരുന്നുകൊണ്ട് ആ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ. കല്ലറയ്ക്കകത്തറിഞ്ഞ ദൈവശക്തി, കല്ലറയ്ക്കകത്ത് വ്യാപരിച്ച ദൈവശക്തി, കല്യാണ വീട്ടിൽ വ്യാപരിച്ച ദൈവശക്തി, ചെങ്കടൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം. യോർദാന്റെ സാക്ഷി നിന്റെ ശരീരത്തിന്മേൽ വെളിപ്പെടാൻ പോവാ. നീ രോഗി എന്ന് പറഞ്ഞ് ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി വിടുതലില്ല, ഇനി ശുശ്രൂഷ ചെയ്യത്തില്ല, ഇനി ജോലി ചെയ്യത്തില്ല, ഇനി നല്ല കാണത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവം പറയുന്നു, ദൈവശക്തി വ്യാപരിക്കാൻ പോവാ. ആ കിടക്കമേ ദൈവശക്തി വ്യാപരിക്കാൻ പോവാ. തലമുറയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ പോവാ. നിന്റെ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ കരം ചലിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ രോഗിയ എന്ന് പറഞ്ഞിരിക്കാനല്ല,
കർത്താവ് പറഞ്ഞു അതിനകത്ത് ദൈവസ്ഥാനത്ത് ഇറങ്ങാൻ പോവാ. എല്ലാവരും വെറുത്തവരുണ്ട്, എല്ലാവരും കൈവിട്ടവരുണ്ട്, എല്ലാവരും അപമാനിച്ചവരുണ്ട്, കളിയാക്കിയവരുണ്ട്. അവരുടെ നടുവില് നിനക്ക് സംസാരിക്കാൻ പറ്റാതിരിക്കുമ്പോ, നിന്റെ വാക്കുകൾക്ക് മറുപടി കൊടുക്കാതിരിക്കുമ്പോ നിന്റെ അടുക്കലേക്ക് ഇറങ്ങുന്ന ദൈവശക്തിയുണ്ട്. മാർത്തയും മറിയുമ്പോ ഇതൊന്നും എന്റെ വിഷയമല്ല കേട്ടോ, പക്ഷെ അതിലേക്കൊക്കെ പരിശുദ്ധ കൊണ്ടുപോവുക. ഇതൊന്നും എന്റെ വിഷയമല്ല. ദൈവാക്ക പറയുന്നു, മാർത്തയ്ക്കും മറിയയ്ക്കും യഹൂദന്മാരുടെ മുന്നിൽ പറയാൻ ഒരു മറുപടി ഇല്ല, അവരുടെ ചോദ്യത്തിന് ഒരു മറുപടി ഇല്ല. ആമേ സ്തോത്ര. എത്ര പാടിയതാ, പ്രാർത്ഥിച്ചതാ, സൽക്കരിച്ചതാ, കൊടുത്തതാ, ആമേ എല്ലാം ചെയ്തതാ. പക്ഷെ എവിടെയാ 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 ചോദ്യചിഹ്നമായി എഴുന്നേറ്റ് വരുമ്പോൾ, മറുപടി ഇല്ലാതിരിക്കുമ്പോൾ, ഇനി മറ്റുള്ള മുമ്പിൽ തല കുനിച്ച് നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നാറ്റം വെച്ച് തുടങ്ങി. നാറ്റം വെച്ചു, എല്ലാം അവസാനിച്ചു, നാറ്റം വെച്ചു. ഇനി വിടുതലെന്ന് പറയെടുത്ത് ദൈവത്തിന്റെ ആത്മ പറയുന്നു, അതിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തിയാ. ഓ എന്റെ കർത്താവിന്, ഓ ശാന്തന. നാറ്റം വെച്ചതൊരു വിഷയമല്ല, അഴുകി തുടങ്ങിയതൊരു വിഷയമല്ല, അസ്ഥിയായതൊരു വിഷയമല്ല. ദൈവാത്മ പറയുന്നു, അതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോവാ. അസ്ഥിയോടാ വന്നു ചേർന്ന്. അസ്ഥി ബന്ധം വിട്ടുപോയ വിഷയങ്ങളാ, തകർന്നു പോയ വിഷയങ്ങളാ. മക്കളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇതിനകത്തൊക്കെ ചിലരുണ്ട് കേട്ടോ, ഞാൻ ആരുടെയും പേര് പറയാത്തതും ആ വിഷയം ഒന്നും പറയാത്തതാ. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന അനേക പ്രിയപ്പെട്ടതിലുണ്ട്. ആമേൻ. അവരൊക്കെ പറഞ്ഞു, ആമേൻ എന്റെ ജീവിതം തകർന്നാക്കി, എന്റെ ജീവിതം തകർന്നു പോയി. ആമേൻ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇല്ല മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയാം. ഹല്ലേലൂയ. ജീവിതം തകർന്നു പോയെന്ന് പറയുന്നത് എല്ലാം അസ്തമിച്ചു. ഡൈവേഴ്സ് നോട്ടീസ് എഴുതി വെച്ചതിനെ കർത്താവ് തിരുത്താൻ പോവോ? ഓ എഴുതി വെച്ചതിനെ കർത്താവ് തിരുത്താൻ പോവോ? എന്റെ കർത്താവിനെ ക്യാൻസൽ ചെയ്യാൻ പോവോ? പൂർണ്ണമായി വിശ്വസിക്ക. ആമേൻ. നിന്റെ ജോലിക്ക് കൊടുത്ത ബയോഡാറ്റകളൊക്കെ മാറ്റിക്കളഞ്ഞതിനെ കർത്താവ് പൊക്കിയെടുക്കാൻ പോവോ? ആഴമായതിന്റെ മേൽ, ശൂന്യമായതിന്റെ മേൽ, ഇരുളായതിന്റെ മേൽ ദൈവാത്മാവ് പരിവർത്തിച്ചതുപോലെ ഒരു പരിവർത്തനം വെളിപ്പെടാൻ പോവോ? പരിവർത്തനം വെളിപ്പെടാൻ പോവോ? യേശുവിന്റെ നാമത്തില് ആ പേപ്പറുകൾ ചലിച്ചു തുടങ്ങാൻ പോവോ? അതിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കേണ്ട കർത്താവേ. യെസ്. സ്തോത്രം. ഹാലേലൂയ. നമ്മൾ നമ്മുടെ വീടുകളിലായിരിക്കുന്നത്, നമ്മുടെ റൂമുകളിലായിരിക്കുന്നത്, ആമേ പല സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ആമേൻ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ പറ്റുന്നവര് ആ നാവ് തുറന്ന്, അതരം തുറന്ന് വിളിച്ചു പറ, കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്റെ വിടുതൽ ദിവസമാ, ഇന്ന് എന്റെ തലമുറയുടെ വിടുതൽ ദിവസമാ. ഓ എന്റെ ജോലി വിഷയമായ വിഷയത്തിൽ വിടുതൽ ദിവസമാ. എന്റെ ഇന്റർവ്യൂവിൽ ഞാൻ പരാജയപ്പെട്ടു, ഞാൻ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഒന്നിനും കൊള്ളത്തില്ല, നിനക്കൊരു വിടുതലില്ല, നിനക്കൊരു യാത്രയില്ല. ഓ സകലതും എഴുതി മുദ്ര വെച്ച വിഷയത്തിന് കർത്താവിനെ പൊട്ടിക്കാൻ പോവുക. സീൽ വെച്ച് മുദ്ര വെച്ചതിന് എന്റെ കർത്താവ് പൊട്ടിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി ശക്തിയോടെ ഏറ്റെടുക്കട്ടെ, ശക്തമായി ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ ശക്തമായി ധൈര്യമായി ഏറ്റെടുക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ഭരണിയിലെ അടിമട്ടും കൂടെ തീർന്നതാ എന്റെ ദൈവത്തിന്റെ സമയം. അവർക്ക് വീഞ്ഞില്ല എന്ന് മറിയ പറയുമ്പോ, മറിയ ഇതാരോടാ പറഞ്ഞേ? മറിയ ആരോടാ പറഞ്ഞേ? സ്തോത്രം. മറിയ പറയേണ്ടവന്റെ അടുക്കലാ പറഞ്ഞേ. മറിയ പറയേണ്ടവന്റെ അടുക്കൽ പറഞ്ഞു. സ്തോത്രം. കല്യാണത്തിന് വീട്ടുകാരും നാട്ടുകാരും ചുറ്റുപാടും ലോകക്കാരും മുഴുവനും ഉണ്ട്. സ്തോത്രം. ഇത് നമ്മളാ കേട്ടിരുന്നെങ്കിലോ, വീട്ടുകാര് വീഞ്ഞില്ലെന്ന് നമ്മളോടാ പറഞ്ഞതെങ്കിലോ, എന്നോടാ പറഞ്ഞെങ്കിലോ, ആദ്യം അവിടെ വന്ന എല്ലാ ക്ഷണിക്കപ്പെട്ടവരോടും പറയും. ചെറുക്കൻ വീട്ടുകാരോടും പെണ്ണ് വീട്ടുകാരോടും ക്ഷണിക്കപ്പെട്ടവരോടും നാട്ടുകാരോടും. ആമേൻ. ഒരു പക്ഷെ നമ്മുടെ സ്നേഹിതരോട് ഇല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് പറയും, ഓ ഇവിടെ വീഞ്ഞില്ല, തീർന്നുപോയി. ആ കുടുംബം നാണം കെട്ടേനെ. മറിയോട് വീട്ടുകാര് പറഞ്ഞില്ലേ വീഞ്ഞില്ലെന്ന്, പക്ഷെ പിന്നെ ആരോടും പറയേണ്ടി വന്നില്ല. ആ കുടുംബക്കാർ മറിയോട് പറഞ്ഞ വിഷയം വേറെ ആരോടും പറയേണ്ടി വന്നില്ല. എത്ര പേരാ തീരുമാനം എടുക്കും? സ്തോത്രം. എത്ര പേര് ഏറ്റെടുക്കും?
ഹല്ലേലൂയ. ആമേൻ. ഒരു വിഷയം നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സഭയിലുള്ളവർക്ക് ഒരു വിഷയം വരുമ്പോൾ, ഒരു കുറവ് വരുമ്പോൾ, കുറവ് നികത്തുന്നവന്റെ അടുക്കൽ ചെന്ന് പറ. അതാണ് സ്തോത്രം. ഈ കൂട്ടായിട്ടുള്ള ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ഇതിന്റെ വിജയം എന്താ? ഇതെന്താ വിജയം? സ്തോത്രം. ഒരു വിഷയം ഏറ്റെടുത്താൽ ആ വിഷയത്തിന്റെ മറുപടി കിട്ടും വരെ അവിടെ ഇരിക്കും. സുല്ലാൻ എന്നോട് പറഞ്ഞു, സ്തോത്രം, ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞാലൊന്നും ആ ഇരിപ്പിടത്തിന് എഴുന്നേക്കത്തില്ല, അവിടെ തന്നെ മണിക്കൂർ ഇരിക്കും. കാരണം വിഷയങ്ങൾ ഒന്നും അറിയല്ലേ. ആ വിഷയം എന്തെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. മറ്റുള്ളവരുടെ സ്തോത്രം, അതാ മധ്യസ്ഥ പ്രാർത്ഥന. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ സഹോദരങ്ങൾ അപമാനിക്കപ്പെടുമ്പോ, ശുശ്രൂഷകൾ തകർക്കപ്പെടുമ്പോ, ശുശ്രൂഷകന്മാർ തകർക്കപ്പെടുമ്പോൾ, നമ്മുടെ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ വേദനിക്കുമ്പോൾ, സ്തോത്രം, ആമേൻ, പലരും തകർക്കപ്പെടുമ്പോൾ, തെരുവിൽ വില പറയപ്പെടുമ്പോൾ, ക്രിസ്ത്യാനികൾ കൂട്ടമായി ആക്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ കണ്ണുനീർ എവിടാ? യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്ക് കർത്താവേ. ആമേൻ. ഞങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നിന്ന പറഞ്ഞു നിൽക്കാൻ നടക്കേണ്ടവരല്ല. എന്റെ കൂട്ട് സഹോദരി അല്ലെങ്കിൽ എന്റെ കുടുംബക്കാർ, അവരുടെ തലമുറകൾ അപമാനിക്കപ്പെടാൻ പോവുക. അതിന്റെ മുമ്പിൽ നീ വില കൊടുക്കണം. തയ്യാറാക്. അവരെ പരസ്യകാലമാക്കാതെ, അവരെ അപമാനിക്കാതെ, അവരെ കുറിച്ച് ദുർവർത്തമാനം പറയാതെ, മറ്റുള്ളവരെ തകർക്കാൻ നിന്റെ സമയം കളയരുത്. മറ്റുള്ളവരെ തകർക്കാൻ നിന്റെ സമയം പാഴാക്കരുത്. നിന്നിലുള്ള ശുശ്രൂഷ എന്തെന്ന് യേശുവിന്റെ നീ തിരിച്ചറിമക്കളെ. യേശുവിന്റെ നാമത്തിൽ ഇത് ആത്മാവിലാ ശക്തമായിട്ട്, സ്തോത്ര, പരിശുദ്ധാത്മാവിൽ തന്നെ. സ്തോത്ര. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വേഗത്തിൽ നിർത്താം, പക്ഷെ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. സ്തോത്ര. നമ്മൾക്ക് അല്പസമയം കിട്ടിയ കൂട്ടു സഹോദരങ്ങളെ ഫോൺ ചെയ്ത് വിളിച്ചു കുറ്റം പറഞ്ഞ് സമയം കളയരുത്. ആമേ. സ്തോത്ര. ആമേ. അതിന് സമയം പാഴാക്കരുത്. ആ സമയം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് കരയാൻ തയ്യാറാകുക. ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഒരു ആശ്വാസവാക്ക് പറ. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ആന്റി, മോളെ, ആമേ, നമുക്ക് പറ, വിളിച്ചു പറ. എന്റെ കുഞ്ഞ് അനുജത്തിമാരെ, ആമേ, ഞാൻ ആത്മാവിൽ പറയാം, നമുക്ക് വിളിച്ചു പറയാം. മക്കളെ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. വിഷമിക്കരുത്. അത്ര ഒറ്റ വാക്ക് മതി, ഒരു വാക്ക് മതി, ഒറ്റ വാക്ക് മതി. ഞങ്ങൾ പ്രാർത്ഥിക്കാം. സ്തോത്രം. അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്നേ. ആമേൻ. മറിയോട് പറഞ്ഞ കാര്യം വേറെ ആരോടും പറഞ്ഞില്ല. മറിയ പറയേണ്ടവന്റെ അടുക്കൽ എന്ന് പറഞ്ഞു. മറിയയ്ക്കറിയാം അവൻ അതിനെ പരിഹരിക്കുമെന്ന്. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഒരു ദൂത് വിളിച്ചു പറയാ, ആത്മീയ മറിയമാർ എഴുന്നേൽക്കട്ടെ. ആത്മീയ മറിയമാർ. എവിടെയാണ് ആത്മീയ മറിയമാർ? കഷ്ടപ്പെടുന്ന സഹോദരിമാരെ കുറിച്ച്, വേദനകൾ അനുഭവിക്കുന്നവരെ കുറിച്ച്, തലമുറകളെ കുറിച്ച് നമ്മുടെ സ്തോത്രം നമുക്ക് നമ്മുടെ യേശുവിനോട് പറയാം. അതാണ് ആത്മീയ മറിയമാർ. വേഗത്തിൽ നിർത്താൻ പോവാം. യെസ്. ഹല്ലേലൂയ. സ്തോത്രം. 6-ാം വാക്യത്തിൽ വായിച്ചു. നമ്മൾക്ക് ഈ വചനഭാവമൊക്കെ അറിയാവുന്നതായതുകൊണ്ട് വേറെ വിഷയത്തിലേക്കൊന്നും കയറുന്നില്ല. അതിനകത്തടങ്ങിയ ദൂത് മാത്രം പറക്കി ഒന്ന് പറഞ്ഞ വേഗത്തിൽ നിർത്താം. 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. സ്തോത്രം. ഇത്രയും സമയം പോയി ഞാൻ അറിഞ്ഞില്ല കേട്ടോ, പെട്ടെന്ന് സമയം പോയി. സ്തോത്രം. ഇവിടെ പറയുന്നേ, അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. സ്തോത്രം. കല്യാണ വീട്ടിലെ ഈ കൽഭരണികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. കാലങ്ങളായി നമുക്ക് പരിചയമുണ്ട്. പുരാതന കാലത്ത് പൊതുവിൽ മൺപാത്രങ്ങൾ, മരപാത്രങ്ങൾ, കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടാരങ്ങളിലും അരമനകളിലുമൊക്കെ പൊൻപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് കല്യാണ വീട്ടിൽ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം. ഈ 2 or 3 പറവീതം കൊള്ളുന്ന എന്ന് പറയാൻ കാരണം, ഈ കൽപാത്രം ഉണ്ടാക്കുന്നത്
വലിയ പാറക്കല്ലുകൾ ഉരുട്ടിക്കൊണ്ട് വരും. വലിയ പാറക്കല്ല് ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് പണിക്കാരെ ഇരുത്തി അത് ഇരുമ്പ് ഉളി കൊണ്ട് കുത്തി 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 അതിന്റെ ഉൾഭാഗം തുരന്ന് വലിയ കുഴിയാക്കുകയും പുറം ഉളി കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്യുകയും ചെയ്യും. സ്തോത്രം. പാറക്കല്ലുകൾ, വലിയ വലിയ പാറക്കല്ലുകൾ. അപ്പൊ കൽപാത്രം ഉണ്ടാക്കുന്ന സമയത്ത് ചിലത് 2 പറ കൊള്ളുന്നതും ചിലത് 5 പറ കൊള്ളുന്നതും ചില 6 പറ കൊള്ളുന്നതും ഇങ്ങനെയാ. അതെങ്ങനെയാണ് അതിന്റെ അളവ് നിശ്ചയിക്കുന്നത്? ഏറെ കുത്തുകൊള്ളുന്നതിനകത്ത് ഏറെ ആഴം, കുറച്ച് കുത്തുകൊള്ളുന്നത് കുറച്ച് ആഴമായിരിക്കും. അധികം കുത്തുകൊണ്ടാൽ അധികം ആഴം കിട്ടും, അതിനകത്ത് അധികം വീഞ്ഞുകൊള്ളും. ഈ കൽപാത്രങ്ങളെ കുറിച്ച് നമ്മളോടൊന്ന് ഉപമിച്ച് നോക്കിക്കേ, നമ്മളോടൊന്ന് ഉപമിച്ച്. സ്തോത്രം. നമ്മളും ആ പാരമ്പര്യ പാറക്കൂട്ടങ്ങൾക്കിടയിൽ അടർന്നു പോരാൻ അള്ളിപ്പിടിച്ച് കിടന്നതല്ലേ അത്, അതിനകത്ത് കടന്നവരാ. എന്നാൽ എന്റെ കർത്താവ് വെട്ടിയെടുത്ത് എന്നിട്ട് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് അതിനെ രൂപം വരുത്തി അത് കൊത്തിയെടുത്ത് ഉടമസ്ഥന് ഉപയോഗമുള്ള പാത്രമാക്കിയെടുത്തു. ഈ പാത്രത്തിൽ എത്രത്തോളം വീഞ്ഞു കൊള്ളണം എന്നുള്ളത് കുത്ത് നടക്കുമ്പോഴാണ് അറിയുന്നത്. എത്രത്തോളം വീഞ്ഞു കൊള്ളുമെന്നത്, സ്തോത്രം, എത്രത്തോളം കൃപകളും വീഞ്ഞുകളും ദൈവശക്തിയും അഭിഷേകവും സ്തോത്രം, ഇത് നാം അറിയുന്നത് എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ കുത്തുകൊള്ളുമ്പോഴാ. പലരും കുത്തി വേദനിപ്പിക്കുന്നെങ്കിൽ നാളെ ദൈവം അധികം കൃപകളും വരങ്ങളും തരും. വിശദീകരിക്ക്. ശക്തമായി ദൈവാത്മ വ്യക്തമായി പറഞ്ഞു. സ്തോത്രം. ശക്തമായിട്ട് ഏറ്റെടുക്കട്ടെ, ശക്തമായിട്ട് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മ വ്യക്തമായി പറഞ്ഞു. സമയം പോയി എങ്കിലും ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല. ഒറ്റ കാര്യം, നമുക്ക് കർത്താവിന്റെ കൃപയിൽ നമ്മളെ പാരമ്പര്യത്തിൽ നിന്ന് പൊക്കിയെടുത്ത് കർത്താവ് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ നമ്മളിലൂടെ ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകളുണ്ട്, ദൈവകൃപയുണ്ട്, ദൈവസാന്നിധ്യം പലതുമുണ്ട്. പക്ഷെ ഇതിനകത്ത് നിന്നവരും കുത്തുകൊണ്ട് കുത്തുകൊണ്ട് ഹൃദയത്തെ മുറിവേൽപ്പിച്ച് വേദനിപ്പിച്ച് തകർത്ത് കളയും തോറും ഓർത്തോണം, ഇത് നിന്നെ തകർക്കാനല്ല, ശുശ്രൂഷ അവസാനിപ്പിക്കാനല്ല, ഇവിടെ കൊണ്ട് പരാജയപ്പെടാനല്ല. ഏറെ കൃപകളും വരങ്ങളും നിന്നിലൂടെ നിറയപ്പെടുവാനും അത് അനേകരിലേക്ക് പകർന്നു കൊടുക്കാനും, അതാണ് അനേകരിലേക്ക് പകരുവാനും പൂർണ്ണമായിട്ട് ഏറ്റെടുക്കട്ടെ, പൂർണ്ണമായിട്ട് വിശ്വസിക്കട്ടെ. കർത്താവേ, ഈ കുത്തുകൊള്ളുന്നത് സ്തോത്രം അനേകരിലേക്ക് കൃപ പകരാനാ, അനേകരിലേക്ക് പകരപ്പെടുവാനാ, അനേകരിലേക്ക് ഇത് കർത്താവേ ഞാനൊരു അനുഗ്രഹമാകാനാ. സ്തോത്രം. ഹല്ലേലൂയ. യോസഫും ദാവീദും യിഫ്താഹും ഇവരൊക്കെ പലരുടെ കുത്തുകൊണ്ടതാ, സ്വന്തം സഹോദരങ്ങളുടെ കുത്തുകൊണ്ടവരാ. പക്ഷെ കർത്താവ് അവരെ ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേ? യേശുവിന്റെ നാമത്തിൽ ഒന്നും വിശദീകരിക്കുന്നില്ല, ഒന്നും ദൈവാത്മ ശക്തമായി പറയട്ടെ. ഉടമല റിഗനക ആ വിഷയം ഏറ്റെടുക്കുക. കർത്താവേ, എന്റെ സ്വന്തം കുടുംബത്തിൽ ഞാൻ കുത്തുകൊണ്ട്, സ്വന്തം വ്യക്തിയൊന്ന് കുത്തുകൊണ്ട്, സ്വന്തം എന്ന് പറഞ്ഞവര്, കൂടെ പ്രാർത്ഥിക്കുന്നവര്, കൂടെ ജോലി ചെയ്യുന്നവര്, കൂടെ ആരാധിക്കുന്നവര് എന്നെ വേദനിപ്പിച്ചു. പക്ഷെ കർത്താവ് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഈ കുത്തുകൊണ്ടത്, ഈ മുറിവേൽപ്പിച്ചത്, ഈ അപമാനിക്കപ്പെട്ടത്, നിന്ന പറഞ്ഞത്, നിന്നെ കുറിച്ചും നിന്റെ മിനിസ്ട്രിയെ കുറിച്ചും നിന്റെ ശുശ്രൂഷയെ കുറിച്ചും നിന്റെ കൂടെ നിൽക്കുന്നവരെ കുറിച്ച് പലരും കുത്തി വേദനിപ്പിച്ചെങ്കിൽ ദൈവാത്മാവ് നിന്റെ മിനിസ്ട്രിയിലൂടെ 10,000 വിടുവിക്കുവാനോ. അതുകൊണ്ട് ക്ഷീണിക്കരുത്, ശക്തിയോടെ മുന്നേറ്, അഭിഷേകത്തോടെ മുന്നേറ്. യേശുവിന്റെ നാമത്തില് ഉടവാള റിഗനഘടക ദുരന്തരംഗനെ ഓ ശ്രീബാലവന റിഗനഘടക ദുരന്തരംഗനെ റിഗംദുരി. യേശുവിന്റെ നാമത്തില് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയും. യോസഫേ, നീ കുത്തുകൊണ്ടല്ലേ? നീ കുത്തുകൊണ്ടെങ്കില് നീ പല രാജ്യങ്ങൾക്കുള്ളവനായി മാറിയില്ലേ? പല രാജ്യങ്ങൾക്ക് വിടുതലാക്കി മാറ്റിയില്ലേ? അതെ, മാറ്റി. ദാവീദേ, നീ കുത്തുകൊണ്ടെങ്കില് നീ രാജ്യത്തിന് വിടുതലായി മാറിയില്ലേ? ഇബ്താഹേ, നീ സ്വന്തം സഹോദരന് കുത്തുകൊണ്ടെങ്കില് 12 ഗോത്രങ്ങൾക്ക് നീ അനുഗ്രഹമായി മാറിയില്ലേ? ഇത് സീഖവരകണം നിർത്താൻ പോവുക. സ്തോത്രം. കർത്താവേ, ഞാൻ കുത്തുകൊണ്ടത് വെറുതെയല്ല, ഞാൻ നിന്ദിക്കപ്പെട്ടത് വെറുതെയല്ല. ഇന്നിപ്പോ ശക്തമായി ഏറ്റെടുക്ക. കാനാവിലെ കല്യാണ വീട്ടിലെ ആ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി കൊണ്ട് അവരുടെ വീട്ടില് അപമാനം മാറ്റിക്കൊടുക്കുക മാത്രമല്ല സംഭവിച്ചത്, ആ വീട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. കൂടെ കർത്താവിന്റെ മഹത്വം
വെളിപ്പെട്ടു. ആമേ സ്തോത്രം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കാം. ആമേ. മൂന്നാം നാൾ, 3 നാളുണ്ട്. ഒന്നാം നാൾ രക്ഷയുടെ നാൾ. ആമേ സ്തോത്രം. രക്ഷയുടെ നാളാ. സ്തോത്രം. ആമേ. ഞാൻ നിർത്തുക, പക്ഷെ ഒറ്റ ദൂതുണ്ട്, പെട്ടെന്ന് ഞാൻ നിർത്തുക. നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് കയറി വരാം. ഒന്നാം നാൾ രക്ഷയുടെ നാൾ. ഒന്നാം നാളിന്റെ പ്രത്യേകത, യേശു യെരൂശലേമിലേക്ക് പോകുകയാണ്. ആ പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് സ്തോത്രം, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് വിളിച്ചു പറഞ്ഞു. അതാണ് രക്ഷയുടെ നാൾ, മാനസാന്തരം. സ്തോത്രം. നമ്മൾക്ക് വന്നു, കണ്ടു, അത്ഭുതം കണ്ടു വിടുതൽ പ്രാപിച്ചു പോകുന്നവരായിട്ടല്ല, യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്ക് വരാം. സ്തോത്രം. രണ്ടാമത്തെ നാളാണ്. സ്തോത്രം. ഓ, ദൈവാത്മാ ശക്തമായിട്ട് പറയുന്നു, മാനസാന്തരത്തോടെ. എന്നോട് ഉൾപ്പെടെ പറഞ്ഞു കേട്ടോ. കർത്താവിന്റെ ആ ഒരു സ്തോത്രം അനുഭവത്തിലേക്ക് ഒന്ന് വരാം, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. രണ്ടാം നാള് അനുഗമിക്കുന്ന നാള്, അനുഗമിക്കുന്ന നാളാണ്. സ്തോത്രം. ആമേ. നഥനയേൽ അല്ലെങ്കിൽ സാക്ഷാൽ നീ ഇസ്രായേൽ, ഈ അധ്യായങ്ങൾ തന്നെയാണ്. സാക്ഷാൽ നീ ഇസ്രായേൽ, നിന്നിൽ കപടമില്ല. ആമേൻ. ഈ നഥനയേൽ ഒരു ആത്മീയനാണ്, ആത്മീയനാണ്. പക്ഷെ കർത്താവിനെ അനുഗമിക്കേണ്ടതുപോലെ അനുഗമിച്ചിട്ടില്ല. യേശുവിനോടൊപ്പം പങ്കിടുവാൻ ക്രിസ്തുവിന്റെ വെളിപ്പാടിലേക്കൊന്ന് വരാമോ? വരുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, ആരാധിക്കുന്നു, ദൈവകൃപ നിൽക്കുന്നു. പക്ഷേ കർത്താവെ, ഞാൻ വേണ്ടത് പോകണം. എന്റെ ആ പാരമ്പര്യത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് കർത്താവ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ സഭയ്ക്കകത്ത് കർത്താവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ആമെ നിൽക്കുവാൻ എത്ര പേർ തയ്യാറാകും? ആ മലയിലുമല്ല, യെരൂശലേമിലുമല്ല, സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നു. പൂർണ്ണ തീരുമാനത്തോടെ മടങ്ങി വരാം. മൂന്നാം നാൾ വിവാഹ നാൾ, കർത്താവിന്റെ രണ്ടാം നാൾ. ആമേ സ്തോത്രം. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തില് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് ഒരു വിവാഹത്തോടു കൂടിയാണെങ്കിൽ അവസാനിക്കുന്നത് മറ്റൊരു മനോഹരമായ വിവാഹത്തോടു കൂടിയാ. ആത്മമണവാളനായ ക്രിസ്തു സമയമണവാട്ടിയായി നമ്മെ ചേർപ്പാൻ സമയമായി. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവപ്പാ, അങ്ങയ്ക്ക് വേണ്ടി നിൽപ്പാൻ, അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേ സ്തോത്രം. ഇന്ന് നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, ഞങ്ങൾ ഇതിൽ പങ്കെടുത്ത ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ദൈവദാസിമാർ, എല്ലാ ജനത്തിനായ സ്തോത്രം. നിന്റെ കൃപയിൽ മറയ്ക്കണമേ. വേദനയോടും തകർച്ചയോടും കടന്നു വന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്റെ ജനങ്ങൾക്കൊരു വിടുതൽ കർത്താവ് കൊടുക്കണം.